ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓൺ ദ വേ ടു മൂകാംബികയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഫാമിലി മീറ്റപ്പ് ഉണ്ട്. എൻ്റെ സിസ്റ്ററിലോ സെറ്റിൽഡ് ആയിരിക്കുന്നത് കാസർഗോഡാണ്. അവരപ്പോൾ 2 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയർലാൻഡിലേക്ക് പോവാണ്. അപ്പോൾ അവരെ ചെറുതായിട്ടൊന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് ഏകദേശം 11 മണിക്കാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6:15 ആയിട്ടുണ്ട്. അപ്പോൾ അവരെ ഒന്ന് മീറ്റ് ചെയ്യുക, കുറച്ച് വർത്താനമൊക്കെ പറയുക. ചായയൊക്കെ കുടിച്ചു, കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. വർത്താനം പറയുന്നതിൻ്റെ ഇടയിലാണ് അവർ പറഞ്ഞത് ഇവിടെ ഒരു മധൂർ ഗണപതി അമ്പലം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഗണപതി ഭക്തയാണ്. അപ്പോൾ അങ്ങോട്ട് പോകാൻ തീരുമാനമായി. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞതനുസരിച്ച് വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഗണപതിയുടെ അമ്പലമാണ്. സിദ്ധിവിനായക ടെമ്പിളും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, എൻട്രൻസ്. അപ്പോൾ എനിക്ക് ഈ കൊത്തുപണിയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് സപ്തഭാഷാ സംഗമഭൂമി മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ അമ്പലങ്ങൾക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്. നിങ്ങൾ പലരുടെയും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. കാസർഗോഡ് ഇതേപോലെ കുറേ അമ്പലങ്ങളുണ്ട്. പല തരത്തിൽ പ്രശസ്തിയായിട്ടിരിക്കുന്ന ബാബിയ, അങ്ങനത്തെയുള്ള പല തരത്തിൽ പ്രശസ്തി ആർജിച്ച അമ്പലങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് മുഴുവൻ. എനിക്ക് തോന്നുന്നു ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള പല നമ്മളിതുവരെ കേൾക്കാത്ത രീതിയിലുള്ള പ്രത്യേകതകളുള്ള അമ്പലങ്ങളൊക്കെ ഉണ്ട് കാസർഗോഡ്. അപ്പോൾ ഇവിടെ നല്ല കൊത്തുപണികളാണ് കേട്ടോ. ഈ കൊത്തുപണിയുടെ എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ കുറച്ചൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ജെയിൻ കേരള ആർക്കിടെക്ചറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കൂടിയാണ് മധുവാഹിനി പുഴ ഒഴുകുന്നത് കേട്ടോ. പുഴ അറിയാമല്ലോ, നമുക്കൊരു ക്ലൈമറ്റ് തന്നെ വേറെ ആയിരിക്കും. നല്ല ക്ലൈമറ്റും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ തരുന്നത്. പിന്നെ ഈ നൈറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യാത്തത്. പക്ഷേ ശരിക്കും ആ സന്ധ്യാസമയത്ത് വരുമ്പോൾ നല്ല അടിപൊളിയാണെന്നാണ് മുമ്പേ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരിക്കും ഇവർ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കൊത്തുപണികൾ എനിക്ക് വീഡിയോ എടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളിത് അവരോട് യാത്രയ്ക്ക് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും